എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അതിന്റെ ആരും കാണാത്ത അപ്രതീക്ഷിതമായ ത്രില്ലിംഗ് ആയൊരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോ പക്ഷി നിരീക്ഷണം എന്ന് കേൾക്കുമ്പോ നിങ്ങളൊക്കെ മനസ്സിൽ എന്താ വരുന്നേ? ശാന്തമായ പ്രഭാതങ്ങൾ അല്ലേ? അല്ലെങ്കിൽ ഒരു സമാധാനപരമായ ഹോബി. പക്ഷേ ആ ധാരണയെ നമുക്കൊന്നു മാറ്റിമറിച്ചാലോ? പക്ഷേ ഇതിഹാസം എന്ന് തന്നെ പറയാവുന്ന ഡോക്ടർ സലീം അലിയുടെ കാര്യത്തിൽ സംഭവം നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹത്തിന് പക്ഷി നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൃദയമിടിപ്പ് കൂട്ടുന്ന സാഹസങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരുന്നു. അപ്പോ ആരായിരുന്നു ഈ മനുഷ്യൻ? പക്ഷി നിരീക്ഷണത്തെ ഇത്ര വലിയൊരു സാഹസികതയായി കണ്ട ആ വ്യക്തി ആരായിരുന്നു? അതെ, നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ പക്ഷികളെക്കുറിച്ച് നമുക്കുള്ള അറിവുകളെല്ലാം അതിന്റെയൊക്കെ രൂപം തന്നെ മാറ്റിമറിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നീക്കിവെച്ച ആ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് തന്നെ ഒരു അടിത്തറ പാകി. അതുമാത്രമല്ല, രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതികളായ പത്മഭൂഷണം പത്മവിഭൂഷണമൊക്കെ അദ്ദേഹത്തെ തേടിയെത്തി. സലീം അലിക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷികളെക്കുറിച്ച് പഠിക്കാൻ പുസ്തകം മാത്രം വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണമെന്താണെന്നോ? പക്ഷികൾ പാഠപുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ലല്ലോ. അവരെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ കാട്ടിലിറങ്ങി നേരിട്ട് കാണണം. അത്ര തന്നെ. ശരി, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രസകരമായ ഒരു സംഭവത്തിലേക്ക് പോകാം. രസകരം എന്ന് മാത്രമല്ല കേട്ടോ, ശരിക്കും ഒന്ന് പേടിക്കുന്ന ഒരനുഭവം കൂടിയായിരുന്നു അത്. അപ്പോ സ്ഥലം കേരളത്തിലെ പറമ്പിക്കുളം കാടുകളാണ്. വർഷം 1946. ആനകൾ ഒരുപാടുള്ള സ്ഥലമാണ്. സലീം അലിയുടെ കൂടെ ഒരു ഓസ്ട്രിയൻ നരവംശ ശാസ്ത്രജ്ഞനുമുണ്ട്, ബാരൻ ഒമർ റോൾഫ്. പക്ഷി നിരീക്ഷണം തന്റെ രണ്ടാമത്തെ പ്രണയമാണെന്നാണ് കക്ഷി പറയുന്നത്. ഇവര് 5 അടിയോളം പൊക്കമുള്ള പുല്ലിനിടയിലൂടെ ഒരു പ്രത്യേകതരം പക്ഷിയെ തേടി പതുങ്ങി നടക്കുകയായിരുന്നു. ആ ശാന്തമായ യാത്ര പെട്ടെന്നാണ് നിലച്ചത്. മുന്നിലൊരു തടസ്സം, ഒരു കൊമ്പനാന. ഇനി രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു നിമിഷം ഇവർ രണ്ടുപേരും പ്രതികരിച്ചത് 2 രീതിയിലായിരുന്നു. സലീം അലി ജീവനും കൊണ്ടോടി, കൂടെയുള്ളയാളോട് ഓടാൻ ആംഗ്യം കാണിച്ചു. പക്ഷെ നമ്മുടെ ഗാരനുണ്ടല്ലോ, ഒരു പൂച്ചയെപ്പോലെ തിരിഞ്ഞു ഒറ്റ ഓട്ടം, തിരിഞ്ഞുപോലും നോക്കിയില്ല. അങ്ങനെ ഓടി ഒരുവിധം രക്ഷപ്പെട്ട് കിതച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാരൻ ചോദിക്കുന്നത്, അതെന്തായിരുന്നു? ഒന്ന് ആലോചിച്ചു നോക്കിയേ, എന്തിൽ നിന്നാണ് താൻ ഓടിയതെന്നുപോലും പാവം കണ്ടിരുന്നില്ല. ഈ കഥയിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? അവര് പേടിച്ചോടിയ ആന ഇവരെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ലായിരുന്നു. അത് അതിന്റെ പാട്ടിന് പുല്ലിനിടയിലേക്ക് എപ്പോഴോ പോയി കഴിഞ്ഞിരുന്നു. ഇത് ശരിക്കും സലീം അലി നേരിട്ട അപകടങ്ങളുടെ ഒരു രസകരമായ വശം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോ ആനയുടെ കഥ ഒരു തരത്തിൽ രസകരമായിരുന്നു അല്ലേ? എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയല്ല. അതിലും ഭീകരമായ, ശരിക്കും ജീവന് തന്നെ ഭീഷണിയായ ഒരു സാഹചര്യമാണ്. ഇത് നടക്കുന്നത് 1945 ഹിമാലയത്തിലെ ഒരു ഇടുങ്ങിയ വഴിയിലാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു വശത്ത് 1000 അടി താഴ്ചയുള്ള കൊക്ക, മറുവശത്ത് 300 അടി താഴെയായി കുതിച്ചൊഴുകുന്ന കാളിനദി, നിൽക്കാൻ ഒരു ഇത്തിരി സ്ഥലം മാത്രം. അവിടെ വെച്ചാണ് അദ്ദേഹം യെല്ലോനാപ്റ്റ് യൂഹിന എന്നൊരു കുഞ്ഞു പക്ഷിയെ കാണുന്നത്. അതിന്റെ ഭംഗിയിൽ മുഴുകി ബൈനോക്കുലർ കണ്ണിൽ നിന്നും മാറ്റാതെ അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാഴ്ച കുറച്ചുകൂടി നന്നായി കാണാൻ വേണ്ടി അറിയാതെ പിന്നോട്ടൊരൊറ്റ സ്റ്റെപ്പ് വെച്ചു. അതൊരു വലിയ തെറ്റായിരുന്നു. ഒരുപക്ഷേ ജീവൻ തന്നെ എടുക്കാമായിരുന്നൊരു തെറ്റ്. പെട്ടെന്നാണ് തന്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഒരു കുഞ്ഞു കല്ല് താഴേക്ക് വീഴുന്ന നേരിയ ശബ്ദം അദ്ദേഹം കേട്ടത്. ആ ഒരു നിമിഷം, ആ ഞെട്ടലിൽ തോളിലൂടെ പിന്നോട്ട് നോക്കിയപ്പോഴാണ് ആ ഭയാനകമായ സത്യം അദ്ദേഹം തിരിച്ചറിയുന്നത്. താൻ നിൽക്കുന്നത് അഗാധമായ കൊക്കയുടെ വക്കിലാണ്. നിങ്ങൾക്കറിയുമോ, ആ കൊക്കയിലേക്ക് വീഴുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വേർതിരിച്ചത് വെറും 2 ഇഞ്ച് ദൂരം മാത്രമായിരുന്നു. 2 ഇഞ്ച്. തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും, അല്ലേ, എന്തിനാണൊരാള് വെറും പക്ഷികളെ കാണാൻ വേണ്ടി മാത്രം അരനൂറ്റാണ്ടോളം കാലം ഇങ്ങനെ ജീവൻ പണയം വെച്ച് നടക്കുന്നത്? പക്ഷേ സലീം അലിയുടെ ഉത്തരം വളരെ ലളിതമായിരുന്നു. അതൊരു ശാസ്ത്രീയ പഠനത്തിനോ അല്ലെങ്കിൽ തന്റെ ജോലിയുടെ ഭാഗമായോ ആയിരുന്നില്ല. പിന്നെയോ, ആ പക്ഷികൾ നൽകുന്ന ശുദ്ധമായ സന്തോഷം, ആ ഉല്ലാസം, അതിനുവേണ്ടി മാത്രമായിരുന്നു അതെല്ലാം. ഇതൊരു തരം ഒളിച്ചോട്ടമാണെന്ന് ചിലപ്പോൾ തോന്നാമെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു ന്യായീകരണത്തിന്റെ ആവശ്യമുണ്ടോ? അദ്ദേഹത്തിന് ആ നിമിഷങ്ങൾ നൽകിയ അനുഭവം മാത്രം മതിയായിരുന്നു, മറ്റൊന്നും വേണ്ടിയിരുന്നില്ല.
അപ്പോ ഇത് നമ്മളെക്കൊണ്ടൊരു കാര്യം ചിന്തിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ത്രില്ലുകൾ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരുപക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇത്തരം അനുഭവങ്ങളാവാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങൾ, അല്ലേ?